നമ്മുടെ വി നാരായണ ISRO ചെയർമാൻ ആവുകയാണ് എന്നുള്ളതാണ്. കന്യാകുമാരിയിൽ നിന്നുള്ള വി നാരായണ ക്രയോജനിക് എഞ്ചിന്റെയൊക്കെ പരിഷ്കരണത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിയാണ്. നമ്മുടെ ഈ സോമനാഥ് ഇപ്പോൾ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന ഒരു ഘട്ടമാണ്. ജനുവരി 14 ഏറ്റവും കൂടുതൽ പേരെടുത്ത ഒരാൾ സോമനാഥ്. സംശയമില്ല, സോമനാഥ് താരമായി. കുട്ടികളുടെ ഇടയിൽ അങ്ങനെ ഒരു പേരെടുത്ത ഒരു താരം അടുത്ത കാലത്ത് വന്നിട്ടില്ല. ISRO ചെയർമാൻ പണ്ട് കസ്തൂരി രംഗൻ എന്ന പേര് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പേരുകളാണ് കേട്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോ സോമനാഥ് ചന്ദ്രയാൻ യാത്രയെ കുറിച്ച് പറയുന്നതോടുകൂടി, ഗഗൻയാൻ പദ്ധതിയെ കുറിച്ച് പറയുന്നതോടുകൂടി കുട്ടികൾക്കിടയിലടക്കം താരമായി മാറിയിട്ടുണ്ട്. അപ്പോ ആ രീതി മാത്രമല്ല, മലയാളികൾ ആ പോസ്റ്റ് കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇത് കന്യാകുമാരിയാണ്. ഇത് കന്യാകുമാരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളോട് ഇങ്ങനെ ചേർന്ന് നടക്കുന്ന സ്ഥലമാണല്ലോ. അത് സോമനാഥിന് മുമ്പും പിന്നെ നമ്മുടെ ഇവിടുത്തെ VSSC അതിൽ നൽകുന്ന സംഭാവന ഗംഭീരമാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു റോക്കറ്റിൽ APJ അബ്ദുൽ കലാം ഒരു സൈക്കിൾ റോക്കറ്റ് കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. തുമ്പപ്പള്ളിയിൽ അതൊരു കേരളത്തിലെ നമ്മൾ കൈയിടിച്ച് മതിയാവും. ആ പടം ഒരു TV പ്രസാദ് ഒരു പള്ളി ഒരു ശാസ്ത്ര പരിവേഷണത്തിന് വേണ്ടി ഒരു സ്പേസ് ആക്കി മാറ്റി എന്നുള്ളതാണ്. ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഒരു പള്ളിയുടെ ഒരു ഇടം റോക്കറ്റിന്റെ പരിവേഷണത്തിന് വേണ്ടി വിട്ടുകൊടുത്ത നാടാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ആ കുതിപ്പ് തുടരുന്നത്. എന്തായാലും വി നാരായണൻ ISRO ചെയർമാൻ ആവുകയാണ്. ഡോക്ടർ വി നാരായണൻ ISROയുടെ പുതിയ ചെയർമാനാകും. നിലവിൽ തിരുവനന്തപുരത്ത് വലിയ മലയിലെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടറാണ്. േൽക്കും C-25 ക്രയോജനിക് പ്രൊജക്ട് ഡയറക്ടറായിരുന്നു. ശ്യാമ സദാനന്ദൻ നമുക്കിപ്പം ചേരുന്നുണ്ട് ഡെസ്കിൽ നിന്നും. ശ്യാമ സദാനന്ദൻ, അങ്ങനെ S സോമനാഥ് പോയി, പകരം വി നാരായണൻ ISRO ചെയർമാനാകുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും സോമനാഥ് ISROയെ ഏറ്റവും തലപ്പുന്നതിയിൽ എത്തിച്ചതിന് ശേഷമാണ് പടിയിറങ്ങുന്നത്. ജനുവരി 14 അദ്ദേഹം പടിയിറങ്ങും. അത് തന്നെ വി നാരായണൻ ISROയുടെ തലവനായി ചുമതലയേൽക്കും. രാജ്യത്തെ ബഹിരാകാശ മേഖലയുടെ തലപ്പത്ത് വീണ്ടും ഒരു മലയാളി എത്തുന്നത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അഭിമാന നിമിഷം കൂടിയാണ്. ചന്ദ്രയാൻ 3ന്റെ വിജയകരമായ വിക്ഷേപണം, ഇനി അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രം നിർമ്മിക്കാൻ പോകുന്നു ഇന്ത്യ, ചന്ദ്രനിൽ ആളെ ഇറക്കാൻ പോകുന്നു. ഇത്തരം കാര്യങ്ങളുടെ ഓക്കെ ശ്യാമ, വി നാരായണൻ ISRO ചെയർമാനായി ഈ 14-ാം തീയതി ചുമതലയേക്കും. S സോമനാഥ് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് അദ്ദേഹം എത്തുന്നത്.